പെരുന്നാളിൻ്റെ പള്ളി മിമ്പറുകളിൽ ഉയർന്നത് മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു. അതോടൊപ്പം വഖഫ് സംരക്ഷണത്തിൻ്റെ ചർച്ചയുമുണ്ടായി. പലയിടങ്ങളിലും അത്തരത്തിലാണ് ചർച്ചകളും പ്രസംഗങ്ങളും പെരുന്നാളിന് മുമ്പുള്ള ഖുതുബ പ്രസംഗങ്ങളും ഒക്കെ നടന്നത്. അതൊരു ശുഭസൂചകമായ കാര്യമാണ്. സമുദായം, സമൂഹം ഇതിനെതിരെ പോരാട്ടത്തിനിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരല്പം കടത്തി പറഞ്ഞാൽ, ജാതി പറഞ്ഞ് തമ്മിലടിച്ച് മരിക്കണമെങ്കിലും ഒരു സമൂഹം ജീവിച്ചിരിക്കണ്ടേ? ഇപ്പോൾ മയക്കുമരുന്നിൽ ജാതിയും മതവുമില്ലാതെ സമൂഹം നശിക്കുമ്പോൾ മസ്ജിദുകളുടെ മിമ്പറുകളിൽ നിന്ന് അതിനെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കമാകണം. നിയന്ത്രിക്കാനാവും ഈ സമൂഹത്തിന്. മദ്യത്തെയും പലിശയെയും ഒരു പരിധിവരെ ഇന്നും കെട്ടിയിട്ടതുപോലെ സക്കാത്തും സദക്കയും മറ്റ് ദാനധർമ്മങ്ങളും യഥേഷ്ടം നൽകുന്ന ഒരു വിശ്വാസം കാലങ്ങൾ എത്രയോ നാളായി അതൊരു ആറ്റിറ്റ്യൂഡും പ്രാക്ടീസുമായി ചെയ്തു പോരുന്നൊരു സമൂഹത്തിന് ഇത് നിസ്സാരമായി സാധിക്കും. അതിന് സർക്കാരുമായും വിവിധ സമൂഹങ്ങളുമായും ചേർന്നുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കണം. സാധാരണ പെരുന്നാൾ നമസ്കാരങ്ങളിലെ മസ്ജിദുകളിൽ, പ്രത്യേകിച്ച് ഈദുൽ ഫിത്തർ പോലെയുള്ള പെരുന്നാൾ നമസ്കാരങ്ങളുടെ മസ്ജിദുകളിലെ മിമ്പറുകളിൽ നിന്ന് ഉയരുന്ന പ്രഭാഷണത്തിൻ്റെ സന്ദേശം നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകതയും അതിനെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതയും ഒക്കെയാണ്. അതെപ്പോഴും കുറേ നാളുകളായി നമ്മളിങ്ങനെ കേട്ടുപോരുന്നതുമാണ്. എന്നാൽ ആ പതിവിന് വ്യത്യസ്തമായി ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മിമ്പറുകളിലും ഈ ചർച്ചകൾ നടന്നതും ആഹ്വാനങ്ങളുണ്ടായതും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കെതിരെയുമുള്ള പോരാട്ടമാണ്. ഞാൻ നമസ്കരിച്ച പുത്തൻതെരു ശരീഅത്തുൽ ഇസ്ലാം മസ്ജിദിലെ ഖുതുബ പ്രസംഗത്തിലും ഹാജി അബ്ദുൽ സലാം അൽ കാസിമി ഊന്നി പറഞ്ഞത്, ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ലോകത്തേക്ക് എത്തിപ്പെടുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അകലെയായി പോകുന്നതും അവിടെ വെച്ചെല്ലാം മറന്നു പോകുന്നതുമാണ്. റമദാനിലെ 30 ദിനങ്ങളിൽ 5 നേരത്തെ ബാങ്കുലികൾ വ്യക്തമായി കേട്ട കാതുകൾ അത് സാധ്യമാക്കിയതും അതിനെ പിന്തുടർന്നതും ആ ആത്മസംസ്കരണത്തിൻ്റെ സ്വയം നിയന്ത്രണത്തിൻ്റെ നാളുകളായതുകൊണ്ടുകൂടിയാണ്. എന്നാൽ ഈ മയക്കുമരുന്നിലും ലഹരിയുടെ ലോകത്തുമാകുന്നവൻ ഈ ബാങ്കുലികളോ ഉടയതമ്പുരാൻ നമസ്കാരത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷണിക്കുന്നതൊന്നും കേൾക്കാതെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അവൻ്റെ മുന്നിൽ ഉപ്പയും ഉമ്മയും സഹോദരിയും ഒന്നും യാതൊരു വൈകാരികതയും ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തങ്ങളല്ല. അതുകൊണ്ടാണ് ആഞ്ഞു വെട്ടുന്നതും ആഞ്ഞടിക്കുന്നതുമൊക്കെ. മുസ്ലിം സമൂഹം പലിശയും മദ്യവുമൊക്കെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കപ്പെട്ടൊരു സമൂഹമാണ്. അതിൻ്റെ അളവുകൾ ഏറിയും കുറഞ്ഞും ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ വന്നേക്കാം. എന്നാലും പരസ്യമായി മദ്യപിച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തുന്ന ഒരാളിനെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വരരുത് എന്ന ബോധം കുടിക്കുന്നവന് പോലുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു കാർക്കശ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യം വളരെ അനിവാര്യമായിരുന്നു. അതിന് വെറുതെ മഹല്ല് കമ്മിറ്റികൾ കൂടി അങ്ങനെ അങ്ങ് പറഞ്ഞു പിരിഞ്ഞ് അവരെ പുറത്താക്കും എന്നൊന്നും പറഞ്ഞാലാവില്ല. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് മഹല്ലുകളെ ചെറിയ ചെറിയ വാർഡുകളാക്കി, ഏരിയകളാക്കി അവിടെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ അതെത്തിച്ച് അതിനെ പ്രതിരോധിക്കേണ്ടതും തടയേണ്ടതുമുണ്ട്. അതിന് വളരെ സുഖമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലാ തരത്തിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ സൗഹൃദങ്ങളുടെയോ ബന്ധങ്ങളുടെയോ ഒക്കെ കെട്ടുപാടുകൾ ഓരോ ജമാഅത്തിനകത്തും മഹല്ലുകൾക്കകത്തും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ശബ്ദമുയർന്നത് വളരെ ഗുണകരമാണ്. പതിവ് രീതിയിലുള്ള ആത്മസംസ്കരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കഥകളൊക്കെ പറയുമ്പോഴും നേർക്ക് നേരെ അതിനെ നേരിടുന്ന വാക്കുകളും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഏതായാലും ഇത്തവണത്തെ പെരുന്നാൾ അങ്ങനെ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും അത് അടുത്ത പെരുന്നാൾ വരെ സന്ധിയില്ലാത്ത ഒരു പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലൊരു ശതമാനം കുടുംബങ്ങളെയും മനുഷ്യരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാവും. അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും അത് പ്രചരിക്കുന്ന സംസ്ഥാനങ്ങളും അത് കടന്നു വരുന്ന രീതിയുമൊക്കെ നോക്കിയാൽ ഇതിനകത്ത് സവിശേഷമായ ജാതിയൊന്നും ആർക്കും ആരോപിക്കാൻ കഴിയില്ല. പ്രത്യേകമായ ഏതെങ്കിലും സമുദായത്തിലാണെന്ന് പറയാനും കഴിയില്ല. ഇന്ത്യയിലെ ഇതിൻ്റെ ഹബ്ബെന്ന് പറയപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ്. അവിടെ ഈ മദ്രസയിൽ പോയവർ വളരെ കുറവുമാണ്. പക്ഷേ അതൊക്കെ വലിയ കേന്ദ്രങ്ങളുമാണ്. ഏതായാലും അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതിന് പകരം
ഇതിനെ നിയന്ത്രിക്കാനാണ് മുൻകൈ എടുക്കേണ്ടത്.